വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, മാത്രമല്ല നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്രെഡും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളമൊക്കെയുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഒത്തിരി പഴുത്ത പഴം ഈ ഒരു സ്നാക്കിന് എടുക്കണ്ട കേട്ടോ, ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുത്താൽ മതി. അപ്പോൾ ആ പഴം ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കശുവണ്ടി, ആവശ്യത്തിനുള്ള കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ അല്പം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയുടെ ഒരു ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നത് ഇതിനകത്ത് നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ, ആ ഒരു നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ നെയ്യിലും ആ ഒരു കശുവണ്ടി മുന്തിരിയൊക്കെ നന്നായി മിക്സ് ആകത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് വലിയ മധുരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ട കാര്യമില്ല, ചേർക്കണമെന്നേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം ചെരുവിയ തേങ്ങ ഒരു 1/4 കപ്പോ 1/2 കപ്പോ എന്ന അളവിൽ നമുക്കിപ്പോഴും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കേണ്ട, അത്യാവശ്യം ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാനതാ ഇവിടെ ഒരു 5 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ 2 വലിയ ബ്രെഡിൻ്റെ നടുക്ക് വെച്ചിട്ട് ഫില്ലിംഗ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഞാനിന്ന് പക്ഷേ ഇതൊന്ന് ഒരു ബ്രെഡിൽ നിന്ന് തന്നെ 2 റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെയാണ് കേട്ടോ ഇത് ചെയ്യുക. ഇനി നമുക്കിതൊരു സമോസയുടെ ഷേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ഇതുപോലത്തെ കുഞ്ഞ റൗണ്ടായിട്ട് കയ്യിൽ പിടിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്നാക്ക് ഐറ്റമാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഒരു ബ്രെഡിൽ നിന്ന് തന്നെ 2 വട്ടം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഞാനിതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ബ്രെഡിൽ നമുക്ക് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ നാൾ നമുക്കതൊന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണുന്ന ബ്രെഡിൻ്റെ പീസുകൾ. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള ഒരു പശ ഉണ്ടാക്കണം. അതായത് അത് ഞാൻ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള മൈദപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് കണക്കിന്, ഒത്തിരി ലൂസായി പോകരുത്, അത്യാവശ്യം ഒരു പേസ്റ്റ് കണക്കിന് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റും അവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ഈ ഒരു മുക്കി പൊരിക്കാനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് 2 മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് മുട്ട നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് അടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒത്തിരി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും കാണാനും ആണെങ്കിലും ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സമയമെടുത്ത് തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ 2 നുള്ളോളമുള്ള ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളമുള്ള തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലും ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ജീരകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഏലക്ക 1-2 ഏലക്കയുടെ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ജീരകപ്പൊടി ഇല്ലയെന്ന് ഓർത്തിട്ട് ആരും ജീരകം ഇട്ടേക്കരുത് കേട്ടോ. മുഴുവൻ നല്ല ജീരകം അങ്ങനെ തന്നെ ഇട്ടേക്കരുത്, അതൊട്ടും സ്വാദുണ്ടാവില്ല. പൊടിയാണെങ്കിൽ മാത്രം ചേർക്കുക. അതുപോലെ ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു മുട്ടയുടെ ഒരു ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ബട്ടർ തേച്ച് കൊടുക്കുന്നില്ല. നമുക്ക് ബട്ടറോ നെയ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രെഡിൽ ചേർത്ത് ഒന്ന് പുരട്ടി കൊടുത്താൽ സ്വാദ് കൂടത്തേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ ആദ്യം ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഇതിൻ്റെ ആ സൈഡുകളിലെല്ലാം ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റോറും നമുക്കൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് വേറൊരു ബ്രെഡ് പീസും എടുത്ത് അതൊന്ന് അമർത്തി കൊടുക്കുക. അത്രേ വേണ്ടൂ. ഇത് ഒരിക്കലും ഇത് പുറത്ത് പോവോ, നമ്മളിത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഫില്ലിംഗ് പുറത്ത് പോവോ അല്ലെങ്കിൽ ഇത് രണ്ടായിട്ട് പിളരോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിനാണ് നമ്മൾ ആ ഒരു മൈദയുടെ പേസ്റ്റ് ചേർക്കുന്നത്. മൈദയുടെ പേസ്റ്റ് ചേർത്ത് ഒന്ന് അടുത്തത് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്യാൻ മറക്കരുത്. ഇതാ കണ്ടോ, നല്ല സീലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒത്തിരി എണ്ണയിലൊന്നും അല്ല ഇത് പൊരിച്ചെടുക്കുന്നത്. വളരെ ഏറ്റവും കുറച്ച് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ. പിന്നെ നമുക്കിതാ ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ ബേസ് ആ ഒരു മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട്, നമുക്കറിയാലോ ബ്രെഡിൻ്റെ ഒരു കളറൊക്കെ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കളറൊക്കെ മാറി വരില്ലേ, ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിറക്കം മാറി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലാണ് ഇതിൻ്റെ സൈഡുകളിലൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുള്ളൂ. നമ്മളിത് ഒത്തിരി എണ്ണയിലല്ലല്ലോ വറുത്തെടുക്കുന്നത്. നമ്മൾ വളരെ കുറച്ച് ബട്ടറിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് എടുക്കുന്ന പോലെ അങ്ങ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊരു ചക്രം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മുരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്, നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് ചിലപ്പോൾ മിക്കവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ. ഞാനൊക്കെ ഇതുപോലത്തെ സ്നാക്ക് ഇടുമ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് നന്നായി ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ കുറേ പേർക്ക് അറിയുന്നവരുണ്ട്. കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയുന്നതാണെന്ന്. അപ്പോൾ അറിയുന്ന ആൾക്കാരെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നല്ലോ എന്ന് ഓർത്തിട്ടും കൂടിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനൊരു കുഞ്ഞ് ബൗളിനകത്തോട്ട് 1/4 ടീസ്പൂണോളമുള്ള പഞ്ചസാരയും ഒരു 2-3 നുള്ളോളമുള്ള പട്ട പൊടിച്ചത്, അതായത് ഒരു ചെറിയ കഷ്ണം പട്ട എടുക്കുക, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ചൂടോട് കൂടി ഇരിക്കുന്ന ഈ ഒരു ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പഴത്തിൻ്റെ റെസിപ്പിയുടെ മേലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എങ്കിലാണ് ആ പഞ്ചസാരയൊക്കെ ആ ചൂടിലൊന്ന് ഈ ഒരു ബ്രെഡിലൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു ഫ്ലേവറൊക്കെ, അതായത് പട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഒരു നാവിന് സ്വാദ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉള്ളെങ്ങനെ ഇരിക്കണേന്നുള്ളത് കാണാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒന്നും മോശമില്ലല്ലോ, എല്ലാം നല്ലതാണ്. പഴം, ബട്ടർ, ബ്രെഡ്, അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.